ഫോട്ടോ നല്ലതൊന്നും ഇരിപ്പില്ലെന്നാ അവള് പറയണത്. പുതിയതൊരെണ്ണം എടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഓ ധാരാളം മതി. അങ്ങോട്ട് തന്നിട്ടുള്ള കുറിപ്പില് അവന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, നേരിട്ട് അവനെ തന്നെ അയച്ചാലും മതി. അപ്പൊ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ? അതെന്ത് കാര്യം? അല്ല, പെങ്ങളെ എങ്ങനെ പന്തലിന്ന് പുറത്തിറക്കി വരണമെന്ന് അജേന്ദ്രൻ നായർക്ക് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വേണ്ടത് ചെയ്യുമെന്ന് നമുക്കറിയാം. തന്റെ 3% കമ്മീഷനല്ലേ, അതങ്ങ് തരും. അപ്പൊ ഇറങ്ങാം. വരട്ടെ ചെന്നാരെ. അവളെവിടെ? അകത്തുണ്ട്. അജയനോട് നിനക്കൊരു സൂചന കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ട് അവനീന്ന് മാത്രം ഒളിപ്പിച്ചു എന്ന് വരുമ്പോ. അവരെ സംഭാവന പിരിക്കാൻ വന്നവരല്ല. ഇനിയുള്ള കാലം മകള് കഴിയേണ്ടത് ആ വീട്ടിലാ. ഇങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് പെരുമാറ്റശീലം മാറ്റിയെടുക്കാന്ന് വെച്ചാ ഇത്തിരി കഷ്ട. വേണ്ടി വരും. ആ ചെറുക്കനെ MBA കാരനാ. എന്നിട്ടും ഈ ഓണം കയറാ മൂലയിൽ വന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചതേ കറവക്കാരൻ അച്യുതൻ നായരുടെ മോളായതുകൊണ്ടൊന്നുമല്ല, അജേന്ദ്രൻ നായരുടെ പെങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്തിരി ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ താലി കെട്ടാൻ അജേന്ദ്രൻ നായർ തന്നെ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. ഇത് ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സറിയണ്ടടാ. എന്താ അവളുടെ മനസ്സിൽ? നിന്നോട് നല്ല നേരം നോക്കി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടോ? പ്രേമോ ചുറ്റിക്കറങ്ങലോ ഒന്നുമില്ല, ഒരു ഇഷ്ടം. പള്ളിമുക്കിലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ഇല്ലേ, അവിടെ DTP ചെയ്യണ ചെറുക്കനാ സജീവൻ. ഞാൻ അവനെ കണ്ട് സംസാരിച്ചതാ. അവനാവുമ്പോ നമ്മുടെ നിലയ്ക്കും ചേരും. ഓഹോ, അപ്പൊ എല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് എന്നൊരു കോമാളിയാക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ പെങ്ങൾ എന്നെ അനുസരിക്കും. ഞാൻ നിശ്ചയിച്ച ചെറുക്കനെ തന്നെ അവള് വിവാഹം കഴിക്കും. അത് നടക്കില്ല ഏട്ടാ. വേണ്ട, കയ്യാങ്കളി വേണ്ട. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ തല്ലാൻ ചേട്ടനെന്നല്ല ആർക്കും അവകാശമില്ല. അവളുടെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായി. അതെ, എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കണം, ഞാനും. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള തീരുമാനം പറയാം. ഞാൻ നിശ്ചയിച്ചത് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇവിടുന്ന്. ഇങ്ങനൊരു പെങ്ങൾ എനിക്ക് വേണ്ട. അജേട്ടാ വേണ്ട. നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എനിക്കറിയാം. വിശദീകരിക്കാൻ നിൽക്കണ്ട. ശ്രീകരം മോളെ, എന്നാ ഇനി വൈകിക്കണ്ട. ആ പെട്ടിയെടുത്തു. കോളേജിലേക്ക് അവിടെ നിന്നും പോവാലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വരട്ടെ. ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയന്റെ നായർ കൂടിയുണ്ട്. വിളിക്കാൻ രമേശൻ പോയിട്ടുണ്ട്. അയാൾ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ. ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയ് ചന്ദ്രൻ നായരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല എന്നാ ഞാൻ പറയുന്നത്. പ്രസിഡന്റായ ഞാൻ അറിയാതെയോ? ഇതിലിപ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല എന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടം തരോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞയുടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത? ഇപ്പൊ കാശൊക്കെ ആയപ്പോ ദൈവം വേണമെന്നായോ? അതെ, പണ്ടേ നേദ്യച്ചോറുണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരിതാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട. ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയില് അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന അഭിപ്രായം പറയണ്ട. അതെ, എത്തിട്ടോ. അജയേട്ടൻ എത്തി. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട് ഷാരടി എഴുന്നേക്ക്. ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. വരണം ഇരിക്കൂ. നമസ്കാരം. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജേന്ദ്രൻ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ? എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ. ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമാണ്. അത് 4 പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പും മേളവും മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടി പൊടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ല. പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ഇതാണ് കുഴപ്പം. എല്ലാം ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം. വെടിക്കെട്ടും മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല ജയ. അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അജയേട്ടൻ തീരുമാനിച്ച ഉത്സവം അജയേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജന കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു അങ്ങോട്ട് മനസ്സിലാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്താ? എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ? അതിപ്പോ തന്നെ ആവാം. രവീന്ദ്രനും അജയേന്ദ്രൻ നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കരുതി അത് തീർക്കേണ്ട അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പേ,
സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ, പ്രായം നോക്കില്ല, അടിച്ച് ചെവിക്കല് ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജേന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ, ഈശ്വര നിശ്ചയം അങ്ങനെ അച്ഛാ ആവാതെ പറ്റുമോ? പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. എന്തേ? അത് തന്നെ, ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജേന്ദ്രൻ നായർ തന്നെയാ, സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയേട്ടൻ ഇനി ഈ നാട്ടിൽ ഒരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം. നമുക്ക് തന്നെ പിടികിട്ടാത്ത സ്വഭാവമാണ് അച്ഛാ. ഇപ്പോൾ ഗൾഫിലായിരുന്നപ്പോൾ ദിവസവും 2-3 തവണ വിളിക്കുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്നാൽ എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പം മിണ്ടാനും വീട്ടിലിരിക്കാനും കൂടി നേരമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്ന മറുചോദ്യം. വല്ലപ്പോഴും ടൗണിൽ കൊണ്ടുപോയി പേരിന് കുറെ ഐസ്ക്രീമും ഭക്ഷണവും വാങ്ങിച്ചു. അത്യാവശ്യം കാശും സൗകര്യമുള്ള ആളുകൾ അങ്ങനെയാ രശ്മി. മക്കളെയും ഭാര്യയും സ്നേഹിക്കാൻ സമയമില്ലാന്ന് തോന്നുമ്പോൾ അതിനുള്ള എളുപ്പവഴിയല്ലേ പുറത്തേക്ക് കൊണ്ടുപോകലും ഹോട്ടൽ തീറ്റയും. സ്വന്തം കുടുംബത്തെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉള്ളത് പങ്കിട്ട് കഴിക്കണ സുഖം അതിനില്ലാന്ന് അവർക്കറിയില്ല. എന്തായി ഇവളുടെ കല്യാണക്കാര്യം? ചെറുമംഗലം കാവിലെ ഉത്സവത്തിന്റെ പിറ്റേന്ന മുഹൂർത്തം കുറിച്ച് കിട്ടിയിരിക്കണേ. ഒരാഴ്ച മുമ്പേ ഇങ്ങോട്ട് പോന്നോളണം എല്ലാവരും. ഇനി വാശി പിടിച്ച അജയേട്ടൻ വരാതിരിക്കും എടുത്തി? അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വന്ന് നേരിൽ കണ്ടു പറഞ്ഞോളാം. അങ്ങനെ അറുത്ത് മാറ്റാനുള്ള മനസ്സുറപ്പൊന്നും അവനില്ല. ഈ കുന്നംകുളം ദേശമംഗലം വരവൂര് ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് വെടിക്കെട്ടുകാരാ. ഏക്കർ കണക്കിന് പറമ്പിൽ നേർന്നിങ്ങനെ കിടക്കല്ലേ പലതരത്തിലുള്ള അമുട്ടും ഗുണ്ടും ഡേനയും. ചെല്ലുക, ഏതൊക്കെ തരാ വേണ്ടെന്ന് തീരുമാനിക്കുക, വെടിക്കെട്ടുകാരനെ ഏൽപ്പിക്കുക. അവര് വന്ന് പടപെടാതെ അങ്ങോട്ട് പൊട്ടിച്ചോളൂ. അത് തന്നെയാ നമുക്ക് വേണ്ടത്. നമുക്ക് ആ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ആള് തന്നെ വേണം. ശരിയാ, അതാവുമ്പോ പറയാനൊരു ഗമയുണ്ട്. ആ പയ്യനാരാന്ന് മനസ്സിലായ? അളിയനാവാൻ പോകുന്ന ആളാ സജീവൻ. പയ്യൻ കാണാൻ തരക്കേടില്ല അല്ലേ? അവൻ എന്ത് ശമ്പളം കാണും? 3500-4000 രൂപ വേണം. എന്ത് 4000 രൂപ? കമ്പനി വക ഫ്ലാറ്റും കാറും 5 ശമ്പളമുള്ള ഒരുത്തിനെയാ അവള് പുല്ല് പോലെ തട്ടിക്കളഞ്ഞത്. ഇവന് വേണ്ടി. മൊബൈലിന്റെ ഉള്ളിലൂടെയുള്ള പ്രേമല്ലേ, മനസ്സിലങ്ങ് അത്ര കുറച്ചു പോയി കാണും. അതാ സിം എടുത്ത് കളഞ്ഞാൽ തീരില്ലേ? ഒരാളിയൻ ആട്ടോ ഡ്രൈവർ, വേറൊരുത്തെന്താ പ്രിന്റിംഗ് പ്രസ്സിലെ DTP ആപ്പറേറ്റർ. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു അളിയം പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അതിനാർക്കും പ്രശ്നമില്ല. അതെ, വീടും കാറും ബംഗ്ലാവും ഒക്കെ നമ്മ വിചാരിച്ചാലുണ്ടാവും. പക്ഷേ നല്ല അളിയന്മാരുണ്ടാവണമെങ്കിൽ പെങ്ങന്മാര് തന്നെ മനസ്സ് നോക്കണം. കേറില്ല